ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ട് ഒരു വൈറ്റ് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും ഉണ്ടാക്കാനാണെങ്കിലും ഇത് എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു വരരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ഒരു മസാല ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ അളവൊക്കെ ഞാൻ ഇവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പോലെ കളഞ്ഞ് കഴുകി എടുത്താണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്, മിക്സിയിൽ അരയാളം പാകമാണ്, ഇതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. ഇത് 3 മസ്റ്റായിട്ട് ഒരേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. നിങ്ങൾ എത്ര എടുക്കണമെന്ന് വെച്ചാൽ എല്ലാതും ഒരേ അളവിൽ തന്നെ എടുക്കുക. അതിനുശേഷം നമ്മൾ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുക. പച്ചമുളകും കുരുമുളകും മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇടുന്നുള്ളൂ, മുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇടുക. പിന്നെ 2 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ്. ഇതെല്ലാം പാടെ കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി അത് അരക്കണമെന്ന് ഞാൻ കാണിക്കില്ല, അത് അരച്ചിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 8 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് എടുക്കുന്നത്. ആദ്യം 4 ഉള്ളി നന്നായിട്ട് കനല്ലാതെ മുറിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 4 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അരച്ച് വെച്ച മസാലയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഞാൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പാടുള്ള മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. പിന്നെ 3 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പാടെ കൂടിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം. നമ്മൾ ഈ ഇറച്ചിയിലേക്ക് ഈ മസാലയൊക്കെ പിടിച്ച് കിട്ടണം. ഇനി ഇത് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം വെക്കാം, 1 മണിക്കൂർ അരമണിക്കൂറോ വെക്കാം. ഞാനിത് പെട്ടെന്ന് തന്നെ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. കുക്കറിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ വെയിറ്റ് ഇട്ടിട്ട് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടുപ്പിച്ചിട്ട് വേവിക്കുന്നുണ്ട്. മുഴുവനായിട്ടും വേവിച്ച് കിട്ടുന്നില്ല. നമ്മളിതിൽ പൊട്ട് പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. എന്നാലും ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇത് 2 വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം അവിടെ ഓഫാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ റെഡ് ലേഡിയാണ് കേട്ടോ. അതിൻ്റെ എയർ പോണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കാം. ഇതിലേക്ക് ഞാൻ അരി എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം 30 മിനിറ്റ് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച ബാക്കി 4 ഉള്ളി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് നെയ്യും ഒഴിച്ചിട്ടാണ് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉള്ളി ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ മുഴുവനായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ആവശ്യമുള്ളവർ കണ്ടു നോക്കിയിട്ടാ. പിന്നെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ അതേ എണ്ണയിലേക്ക് തന്നെയാണ് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഇട്ട് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു ഉള്ളി ഇട്ടിട്ടുണ്ട്. ആ ഉള്ളി നന്നായിട്ട് വാഴുന്നതിന് ശേഷം ഞാൻ നമ്മൾ അരച്ച് വെച്ച മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മസാല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മസാലയും കൂടി ഇടുമ്പോൾ നമ്മുടെ ചോറിന് നല്ല ഫ്ലേവറും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. പിന്നെ അതിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 4 കപ്പ് അരി ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇല്ല നിങ്ങൾ 8 കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ 12 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് തിളക്കും കേട്ടോ. അടുപ്പ് 4 പുറം കത്തുകയല്ലേ. ഗ്യാസിലാണെങ്കിൽ കുറച്ച് നേരം 2-3 മിനിറ്റ് ആവും തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അടുപ്പിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ തിളക്കും. അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെള്ളം 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് വെള്ളം പാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അരിയിലത്തെ വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച വെള്ളം പാടാകുമ്പോൾ ചോറ് വെന്ത് കുഴയുള്ളൂ. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് തിള വരും കേട്ടോ. അതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 4 പറയല്ലേ അടുപ്പൊന്ന് കത്തുക. ഗ്യാസിനെക്കാട്ടിയും നല്ലത് ബിരിയാണിയൊക്കെ വെക്കാൻ അടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം ഞാനിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അത് ഇളക്കിയതിന് ശേഷം നമ്മൾ തീ മുഴുവനും പിരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു തീയിൽ നമ്മൾ ഗ്യാസിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കില്ല, അതേപോലെ തന്നെ ചെറിയൊരു തീയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു 6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം വറ്റാനായിട്ടുണ്ട്, കുറച്ചും കൂടി അതിൽ വെള്ളമുള്ളൂ.
ഇനി ഈ വെള്ളം നമ്മൾ ദമ്മ് ഇട്ടിട്ട് ആ ദമ്മിൽ കിടന്നിട്ടാണ് വേകുക കേട്ടോ. ഇനി ഇതൊരുപാട് കത്തിക്കും ഇതാക്കൊന്നും വേണ്ട. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ലെവലാക്കിയതിന് ശേഷം ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിലത്തെ തീ മുഴുവനും വാരിയിട്ട് മേലിട്ട് കൊടുക്കുക. അടുപ്പിൽ ഒരു പൊട്ട് പോലും തീ പാടില്ല. അടുപ്പിൻ്റെ ചൂടും മേലത്തെ തീയിൻ്റെ ദമ്മിൻ്റെ ചൂടും പാടായിട്ടാണ് ഇനി ചോറ് വെന്ത് കിട്ടുക. ഇപ്പോൾ തീയാൻ കോരിയിട്ട് മേലിട്ട് കൊടുക്കുന്നുണ്ട്. അടുപ്പിൽ ഇനി തീ പാടില്ല കേട്ടോ. തീ മുഴുവൻ ഞാൻ കോരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ എയറൊക്കെ 2 വിസിലടിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചതായിരുന്നു. എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ബീഫിൽ നിന്ന് ഒരു പൊട്ട് പോലും നമ്മൾ ഒഴിക്കാതെ വെള്ളം ഒഴിക്കാതെയാണ് വെച്ചതാണെങ്കിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ബീഫ് കുറച്ചും കൂടി വേകാനുണ്ട് കേട്ടോ. നമുക്ക് ഈ ബീഫിലത്തെ വെള്ളം ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഇതിലേക്ക് വേണ്ടി മസാല ഒന്ന് ഉണ്ടാക്കാം. ഇനി ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്, കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഓയിലും നെയ്യ് ഒഴിക്കുക. ഞാൻ ഇപ്പോൾ കുറേശ്ശേ ഒഴിക്കുന്നുള്ളൂ. ഓരോ ടേബിൾ സ്പൂണേ ഒഴിക്കുള്ളൂ നെയ്യും എണ്ണയും. പിന്നെ നമ്മൾ അരച്ച് വെച്ച മസാലയിലത്തെ ബാക്കി ഉണ്ടായിരുന്ന മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫിനെ അതിൽ കൊട്ടുക. ഇനി ബീഫ് ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം വേകാൻ കേട്ടോ. നോക്കിയപ്പോൾ അതിൽ കുറച്ച് എരിവിൻ്റെ കുറവുണ്ടെന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാലേൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 4 ഉള്ളിയായിട്ടാണ് മസാല ഉണ്ടാക്കിയത്. 1.5 കിലോ ബീഫാണ് കേട്ടോ. അപ്പോൾ 4 ഉള്ളി ഫ്രൈ ചെയ്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഉള്ളിയാണ് മൊത്തം ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത്. 8 ഉള്ളി മസാലയിലേക്കും 1 ഉള്ളി ചോറിലേക്കും, അങ്ങനെ 9 ഉള്ളി എടുത്തിങ്ങനെ. ഇനി ഈ മസാലയിൽ കിടന്നിട്ട് ചെറിയ തീയിൽ കിടന്നിട്ട് ഈ ബീഫ് ഒന്ന് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബീഫിൽ ഒരുപാട് നെയ്പ്പൊന്നുമില്ല. കുറച്ച് നെയ്പ്പോട് കൂടിയിട്ടൊക്കെ ഉള്ള ബീഫ് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങളിപ്പോൾ എണ്ണയും മെയ്ക്കൊക്കെ ഒഴിവാക്കുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് ഒരുപാട് എണ്ണ ഒന്നുമില്ലാത്തത്. അപ്പോൾ അതാ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ദമ്മിടാം. ബീഫ് നിരത്തി വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറിൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും നമ്മൾ വറുത്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് ഗരം മസാലേൻ്റെ പൗഡർ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് വെള്ള ബിരിയാണി ആയതുകൊണ്ട് ഞാനിതിലേക്ക് കളറൊന്നും ചേർത്തണില്ല. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. അതിന് ശേഷം ബാക്കിയുള്ള ചോറ് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും അണ്ടിപ്പരിപ്പും മുന്തിരി, ഉള്ളി വറുത്തതും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് വേണമെങ്കിൽ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി ഇത് നമ്മൾ ദമ്മിടുകയാണ്. അടുപ്പിൽ നിന്ന് തീ ഫുള്ളായിട്ട് മുഴുവനും കോരി എടുത്തതിന് ശേഷം ആ തീ മുഴുവനും ചോറിൻ്റെ മീതിട്ട് കൊടുക്കുക. ഇനി ഈ അടുപ്പിൻ്റെ ചൂടും മേലത്തെ ദമ്മിൻ്റെ ചൂടുമായിട്ട് ചോറ് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ദമ്മായി കിട്ടും കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് ദം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 10-20 മിനിറ്റും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ദമ്മ് പൊട്ടിച്ചത് കേട്ടോ. ദമ്മ് പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു മണം പൊന്നു അടിപൊളി മണമാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് വിളമ്പി കഴിക്കാം കേട്ടോ. കിടിലൻ ബിരിയാണിയാണ്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു വരരുത്. അതുപോലെ നിങ്ങളെല്ലാവരും ഈ പെരുന്നാൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബായ്, ഓക്കെ, താങ്ക് യു.